തഹാവൂർ ഹുസൈൻ റാണ. ഈ റാണയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. റാണയ്ക്ക് കേരളത്തിലുള്ള ബന്ധം, അതോടൊപ്പം റാണയെ ഒരു നടിയുമായി പേര് ചേർത്ത് കേൾക്കുന്നു. അങ്ങനെ നിരവധി സംഭവങ്ങൾ ഇതിനിടയ്ക്ക് വന്നു പോകുന്നുണ്ട്. റാണ ജയിലിൽ ഖുറാൻ ആവശ്യപ്പെട്ടതടക്കം വരുന്നുണ്ട്. സ്വാഭാവികമായി ഇപ്പോൾ റാണയുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകൾ എന്തൊക്കെയാണ്? റാണയുമായി ബന്ധപ്പെട്ട് ഇന്നലെ വന്ന ഒരു പുതിയ വാർത്ത എന്ന് പറയുന്നത്, ഈ തൃശ്ശൂർ കളക്ട്രേറ്റിൽ റാണയുടെ ഇമെയിലിൽ നിന്ന് ഒരു സന്ദേശം വന്നു. RDO ഓഫീസുകളിലാണ് ബോംബ് ഭീഷണി. തൃശ്ശൂരിലും പാലക്കാടിലെയും RDO ഓഫീസുകളിലാണ് ബോംബ് ഭീഷണി വന്നത്. തഹാവൂർ റാണ എന്ന പേരിൽ വിലാസത്തിൽ വന്ന മെയിലിലെ തമിഴ്നാട്ടിലെ AIDMK നേതാവ് എടപ്പാടി പളനിസ്വാമിയെ വധിക്കാൻ വേണ്ടി ബോംബ് സ്ഫോടനം നടത്തുമെന്നാണ് പറയുന്നത്. എന്നാൽ കേരളത്തിലെ ഓഫീസുകളിൽ ഭീഷണി സന്ദേശം ലഭിച്ചതിൻ്റെ ഇതിന് കേരളത്തിൽ എന്തിനാണ് ഭീഷണി വന്നത് എന്നതിൻ്റെ കാരണം വ്യക്തമല്ല. തൃശ്ശൂരിലെ അയ്യന്തോളിലെ RDO ഓഫീസ് ബോംബിട്ട് തകർക്കും എന്നാണ് ആദ്യത്തെ ഭീഷണി എത്തിയത്. പുലർച്ചെ 4:30യോടെയാണ് ബോംബ് ഭീഷണി എത്തിയത്. പിന്നാലെ പാലക്കാട് RDO ഓഫീസിലും ഭീഷണി സന്ദേശം ലഭിച്ചു. രണ്ടിടത്തും RDOയുടെ ഇമെയിലാണ് ഭീഷണി സന്ദേശം എത്തിയത്. ബോംബ് സ്ക്വാഡും പോലീസും RDO ഓഫീസുകളിൽ പരിശോധന നടത്തുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1:30 ബോംബ് പൊട്ടും. ഇതാണ് മെയിലിൽ പറഞ്ഞിരിക്കുന്നത്, ഇമെയിൽ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്. സന്ദേശം ലഭിച്ചതോടെ പോലീസ് പരിശോധന ആരംഭിച്ചു. ബാരിക്കേഡ് വെച്ച് പോലീസ് കളക്ട്രേറ്റിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. പാലക്കാട് RDO ഓഫീസിലും മറ്റൊരു ബോംബ് ഭീഷണി ലഭിച്ചിട്ടുണ്ട്. ഇവിടെയും പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. അതായത് ഈ റാണയെ പിടിച്ചപ്പോൾ തന്നെ അതീവ സുരക്ഷിതമായാണ് റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അതായത് റാണ മാത്രമേ പിടിയിലായിട്ടുള്ളൂ. റാണയുടെ അനുയായികൾ ഇപ്പോഴും പുറത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ റാണയെ ഈ അതീവ സുരക്ഷയായ സ്ഥലത്ത് തന്നെ പാർപ്പിച്ചിരിക്കുന്നത്, റാണയുടെ വായിൽ നിന്ന് എന്തെങ്കിലും വന്നാൽ അത് പലരെയും എന്താ പറയുക, കൂട്ടിലാക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പോൾ ഒരു നടിയുമായി റാണയ്ക്ക് ബന്ധമുണ്ടെന്ന് പറയുന്നു. ആ നടി താജ് ഹോട്ടലിൽ റാണയെ വന്ന് കണ്ടു എന്ന് പറയുന്നു. ഒപ്പം കേരളത്തിലെ ഒരു ജഡ്ജിയെ റാണ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അത് വളരെ ഗൗരവമേറിയ കാര്യമാണ്. ഒരു ജഡ്ജിയെ വിളിക്കുക, സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് കാര്യത്തിനാണ് എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതിൽ വ്യക്തമായ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. അവർ അതുമായി ബന്ധപ്പെട്ട് അവർ ഈ പരിശോധനകൾ നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. മലയാളത്തിലെ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ഒരു നടിയുമായാണ് റാണയ്ക്ക് ബന്ധമെന്ന് പറയുന്നു. ആ നടിയുമായി ബന്ധപ്പെട്ട് ആ നടി തന്നെ റാണയെ രക്ഷിക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തുണ്ട്. പക്ഷേ അങ്ങനെ രക്ഷിക്കാൻ കഴിയില്ല എന്നറിയാം. ഒരു ഭീകര പ്രവർത്തനം നടത്തിയ ആസൂത്രകനാണ്. അപ്പോൾ അയാളുടെ വായിൽ നിന്ന് ഇനി എന്തൊക്കെ വീണ് കിട്ടിയോ അതെല്ലാം നുള്ളിപ്പറക്കിയെടുത്ത് കൃത്യമായ അന്വേഷണം എത്തുമ്പോൾ അത് കേരളത്തിലെ പലരുടെയും തലയിലേക്ക് അതെത്തുമോ എന്നുള്ളതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ റാണയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ കേരളവുമായി എപ്പോഴും കണക്റ്റഡ് ആണ്. അത് കേരളത്തിൽ ഒരുപാട് ബന്ധങ്ങൾ റാണയ്ക്കുള്ളതായിട്ടാണ് ഈ സൂചനകൾ. കാരണം ഇത്തരത്തിൽ ഇമെയിൽ വരുന്നു, അവിടെ താജ് ഹോട്ടലിൽ താമസിക്കുന്നു, അവിടെ പലരും വന്ന് റാണയെ കാണുന്നു. സ്വാഭാവികമായും റാണയ്ക്ക് ഒരുപാട് പേരുമായി, കേരളത്തിലുള്ള ഒരുപാട് പേരുമായി ബന്ധമുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻ DGP ബെഹ്റ അടക്കം പറയുന്നുണ്ട്, റാണയെ ചോദ്യം ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും, റാണയ്ക്ക് കേരളത്തിലും ഇന്ത്യയിലുമുള്ള പലരുമായി ബന്ധമുണ്ട് എന്നൊക്കെ ഒരു മുൻ DGP പറയണമെങ്കിൽ സ്വാഭാവികമായും റാണയ്ക്ക് എന്തൊക്കെയോ വേരുകൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. റാണയും കുടുംബസമേതം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്നതിൻ്റെയൊക്കെ രേഖകളും മറ്റും ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായും അത് കണ്ടെത്തേണ്ടതാണ് ഏറ്റവും അനിവാര്യമായ ഘടകം. ഇത് ബിനു ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇദ്ദേഹം ഒരു മിലിറ്ററി ഡോക്ടറാണ്. മിലിറ്ററിയുടെ ക്യാപ്റ്റൻ ആയിരുന്നു. പാകിസ്ഥാനിലെ നയതന്ത്ര പ്രതിനിധിയാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ. 64 വയസ്സ് ഇപ്പോഴാണ് ഉള്ളത്. ഇദ്ദേഹം പാകിസ്ഥാൻ മിലിറ്ററി വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അന്ന് ഭരിച്ചിരുന്നത് UPA സർക്കാരാണ്. അന്നത്തെ വിദേശകാര്യമന്ത്രി കേരളത്തിലുള്ള ഒരാളാണ്. ആ വിദേശകാര്യമന്ത്രി ഇദ്ദേഹത്തിന് ഇന്ത്യയിൽ വന്ന് ബിസിനസ് നടത്താനുള്ള എല്ലാ രീതിയിലുള്ള സംരക്ഷണവും ഒരുക്കി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചില കാര്യങ്ങളിൽ എവിടെയൊക്കെയോ വ്യക്തത വരാനുണ്ട് എന്നുള്ളതാണ്. അതെ, ആ മന്ത്രി ആരാണ് എന്നുള്ളതും ആ മന്ത്രിയുടെ കാര്യങ്ങളൊക്കെ നമ്മളെ വാർത്തയിൽ തന്നെ നമ്മൾ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് എടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ.
എന്തായാലും അത്തരത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് എപ്പോഴും ഇന്ത്യയെ ശത്രുക്കളായി കാണുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഇന്ത്യയിലേക്ക് എപ്പോഴും ഇപ്പോൾ പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ടാണ് റാണയും ഹെഡ്ലിയും ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തിയത്. നമ്മൾ ഒരിക്കലും പിന്നെ എന്താ പറയുക, പിന്നെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മഹാദുരന്തമാണ് 2008 നവംബർ 26 നടന്ന മുംബൈ ഭീകരാക്രമണം. ആ ഭീകരാക്രമണത്തിൽ എല്ലാവരെയും ഹിന്ദു തീവ്രവാദികളെന്ന് വരുത്തി തീർക്കാനായി എല്ലാവരുടെ കയ്യിലും ചരട് കെട്ടി കുങ്കുമം തൊടിയിപ്പിച്ചുകൊണ്ട് ഹിന്ദുക്കളാണ് ഇതൊക്കെ നടത്തിയത്, ഹിന്ദുക്കൾ രാജ്യത്തെ അക്രമത്തിൻ്റെയൊക്കെ പാതയിലേക്ക് കൊണ്ടുവരുന്നു, ഹിന്ദുക്കളെ രാജ്യത്ത് നിന്ന് ഇല്ലാതാക്കണം എന്ന് വരുത്തി തീർക്കാനായി ഈ 10 പേരുടെ കയ്യിലും ചരട് കെട്ടി കുങ്കുമം ഇട്ടാണ് ഇവരെ അയക്കുന്നത്. അതിനുശേഷം അജ്മൽ കസബ് എന്ന് പറയുന്ന ഒരു 22 വയസ്സുള്ള ഒരു തീവ്രവാദിയെ കയ്യിൽ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ, ജീവനോടെ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഇവർ ഈ പറയുന്നതൊക്കെ സത്യമാണെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ വിശ്വസിച്ചേനെ. ഇപ്പൊ കേരളത്തിലൊക്കെ ഇതിന്റെ പേരിൽ വലിയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടന്നു. ഒരുപക്ഷെ RSS എന്ന് പറയുന്ന സംഘടനയെ നിരോധിക്കുകയും വരെ ഈ ഒരു പ്രശ്നം കാരണമായേനെ. അപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ആരൊക്കെയോ പ്ലാൻ ചെയ്ത കൂട്ടത്തിൽ, അല്ലെങ്കിൽ റാണ പ്ലാൻ ചെയ്തതിൽ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് കേരളത്തിൽ ഇരുന്നു കൊണ്ട് ആരൊക്കെയോ അതിനെ സപ്പോർട്ട് നിന്നു എന്നുള്ളതാണ്. ഇപ്പൊ കൊച്ചിയിലുള്ള ആലുവയിലുള്ള ഒരു ആൾ അറസ്റ്റ് ആയിട്ടുണ്ട്. അയാൾ അയൂബ് എന്ന് പറയുന്ന ഒരാളാണെന്ന് പറയുന്നു. അതിന്റെ എത്രത്തോളം ഇതുവരെ NIA സ്ഥിരീകരിക്കാത്തതുകൊണ്ട് നമുക്കറിയില്ല ആ പേര്. അപ്പോൾ അങ്ങനെ അത്തരക്കാർ പിടിയിലാവുന്നു. പിന്നെ നിരോധിത സംഘടനയിലെ ചില ആളുകൾ ഇയാളെ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇയാളുടെ ഭാര്യയോടൊപ്പമാണ് വന്നതെന്ന് പറയുന്നതിൽ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയാണ്. കാരണം ഇയാൾ ഈ ഇന്ത്യ സന്ദർശിച്ച ഒരു വേളയിലും ഇയാളോടൊപ്പം ഭാര്യ ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് കൊച്ചിയിൽ വരുമ്പോൾ മാത്രം ഇയാളോടൊപ്പം ഭാര്യ ഉണ്ടാകുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഈ കേസ് പോലീസ് അല്ല അന്വേഷിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് കൃത്യമായ വിവരങ്ങൾ പുറത്തു വരും എന്നുള്ളത് നമുക്ക് അനുമാനിക്കാം. കാരണം NIA ആണ് അന്വേഷിക്കുന്നത്. പിന്നെ മോദി സർക്കാർ കൃത്യമായി ഇയാൾക്ക് വധശിക്ഷ ലഭിക്കണം, അതിനുവേണ്ടിയുള്ള കൃത്യമായ തെളിവുകൾ ഉണ്ടാക്കും. മാത്രമല്ല നമ്മൾ ഭയപ്പെടണം. കാരണം പാകിസ്ഥാനിൽ നിന്ന് കനേഡിയൻ പൗരത്വം എടുത്ത ഒരാളെ തീഹാർ ജയിലിലേക്ക് കൊണ്ടുവന്നപ്പോൾ കേരളത്തിൽ റാണ തഹാവൂർ എന്ന പേരിൽ ഇമെയിൽ ഐഡിയിൽ നിന്ന് ഭീഷണി വരികയാണ്. എടപ്പാടി പളനിസ്വാമിയെ കൊല്ലും. അതിൻ്റെ ഭീഷണി വരുന്നത് കേരളത്തിലാണ്. പിന്നെ പാലക്കാട് തൃശ്ശൂരിലെ RDO ഓഫീസുകളിൽ ബോംബ് വെച്ച് തകർക്കും. ഭീഷണി വരുന്നത് കേരളത്തിലാണ്. അപ്പോൾ ഇയാൾക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട്. ഇന്ത്യയെ തകർക്കാനായി ഇപ്പോഴും ശ്രമിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാൾ ഈ അക്രമങ്ങൾ ഭീകരർ ഒറ്റ തിരിഞ്ഞ് പ്രവർത്തിക്കണമെന്നാണ് റാണ പറഞ്ഞിരുന്നത്. അത് ഇപ്പോൾ NIA പുറത്തുവിട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തലസ്ഥാനത്തെ നാഷണൽ ഡിഫൻസ് കോളേജ്, മുംബൈയിലെ ചബാദ് ഹൗസ്, ശിവസേന ആസ്ഥാനം, സിദ്ധിവിനായക ക്ഷേത്രം, സൈനിക കണ്ടോൺമെന്റുകൾ എന്നിങ്ങനെ പ്രധാനപ്പെട്ട 12 ഇടങ്ങളിൽ സർവേ നടത്തി വീഡിയോ റെക്കോർഡ് ചെയ്തതായി മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ ഹുസൈൻ റാണ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി. ഇവിടങ്ങളിൽ ആക്രമണം ആസൂത്രണം ചെയ്യാൻ 1-to-1 സ്ലീപ്പർ സെൽ സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചത്. തന്നിലേക്കുള്ള വഴി അടയ്ക്കുന്നതിനായി ഭീകരർ ഒറ്റ തിരിഞ്ഞു പ്രവർത്തിക്കുമെന്ന് റാണ ഉറപ്പാക്കിയിരുന്നു. ഭാരതത്തിൽ പ്രവർത്തിച്ചിരുന്ന 5 ഭീകരർക്ക് ഉപകരണങ്ങളും പണവും നൽകി. ഡേവിഡ് ഹെഡ്ലിക്ക് പുറമെ ISIയുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്ന മറ്റ് ഭീകരർക്കും ഇയാൾ ധനസഹായം നൽകിയതായി വെളിപ്പെടുത്തി. മേജർ ഇക്ബാൽ, മേജർ സമീർ D എന്നറിയപ്പെടുന്ന വ്യക്തി, അബു അനസ് എന്നിങ്ങനെ അക്രമവുമായി ബന്ധപ്പെട്ടവരുടെ രേഖാചിത്രം തയ്യാറാക്കിയാണ് NIA. മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം റാണയും ഹെഡ്ലിയുമായുള്ള സംഭാഷണം കോഡ് ഭാഷയിലാണ് ഉപയോഗിച്ചിരുന്നത്. അക്രമങ്ങൾ ആസൂത്രണം ചെയ്തതിനെ MMP പ്രൊജക്ട് എന്നാണ് പരാമർശിച്ചിരുന്നത്. 13 ഐഡികളിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇവയും അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരും. കാരണം തീർച്ചയായിട്ടും കേരളത്തിൽ ഇത്തരത്തിൽ ഇമെയിൽ വരിക, അല്ലെങ്കിൽ കേരളവുമായി അടുത്ത ബന്ധം റാണ പുലർത്തിയിരുന്നു എന്നുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. കേരളത്തിൽ ഇതിൻ്റെ വേരുകൾ ഇപ്പോഴും അറ്റുപോയിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണിത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, കൂടുതൽ പേരിലേക്ക് എത്തേണ്ടതുണ്ട്, അത് തടയേണ്ടതുമുണ്ട്. തീർച്ചയായിട്ടും.